ഞാൻ സുമന്റെ അനിയത്തിയാണെന്ന് അറിയുമ്പോ എന്നോട് ചിലപ്പോ ദേഷ്യപ്പെട്ടാലോന്ന്. എന്നിട്ട് വന്നപ്പോ അവരെങ്ങനെ പെരുമാറിയത്? ദേഷ്യപ്പെട്ടോ അവര്? നേര് പറഞ്ഞ എന്റെ വേറെ കൂട്ടുകാരെക്കാളും അവർക്കിഷ്ടം ആതിരയോടാ. എന്താന്നറിയോ? നീ കാരണ എന്റെ അർജുനൻ മാമൻ ഇല്ലാത്ത കുറ്റത്തിന് ജയിലിൽ കയറാതെ രക്ഷപ്പെട്ടത്. അതെന്റെ അപ്പൂപ്പനും അമ്മമ്മയും എപ്പോഴും പറയും. അവര് മാത്രമല്ല, എന്റെ അമ്മയും ചോദിക്കായിരുന്നു ആതിരയെ കുറിച്ച്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അമ്മ എപ്പോ ഫോൺ ചെയ്താലും എന്റെ സ്കൂൾ വിശേഷങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തില് ആതിരയെക്കുറിച്ചും ചോദിക്കും. ഇത്തവണ വരുമ്പോ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തതാ. എന്നിട്ടാ എന്റെ അമ്മ ഒരിക്കലും വരാതെ പോയി കളഞ്ഞത്. ആദിച്ചേട്ടൻ സങ്കടപ്പെടണ്ട. മരിച്ചു പോയാലും അമ്മ ആദിച്ചേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. മരിച്ചവരെ നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ, അവർക്ക് നമ്മളെ കാണാൻ പറ്റും. അതെങ്ങനെ? അതറിയില്ല, പക്ഷെ അങ്ങനെയാ ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ വർഷത്തിലൊരു ദിവസം അവരെ നമുക്ക് കാണാനും പറ്റും, കാക്കയുടെ രൂപത്തില്. കാക്കയുടെ രൂപത്തിലോ? ആ, ബലിയിടുന്ന ദിവസം ബലിച്ചോറുണ്ണാൻ മരിച്ചവര് കാക്കയുടെ രൂപത്തിൽ വരും. എന്നാര് പറഞ്ഞു? ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? എന്റെ വല്യമ്മ മരിച്ചു പോയപ്പോ സുമൻ ചേട്ടനാ ബലിയിട്ടത്. അന്നെല്ലാരും പറയുന്നത് കേട്ടതാ. എന്നിട്ട് കാക്കയുടെ രൂപത്തിൽ വല്യമ്മ വന്നോ? പിന്നെ വരാതെ, വരെയും ചെയ്തു, ബലിച്ചോറ് തിന്നുകയും ചെയ്തു. അപ്പോ നാളെ ഞാൻ ബലിയിടുമ്പോ എന്റെ അമ്മയും വരുമായിരിക്കും അല്ലേ? വരൂ ആദിത്യൻ ചേട്ടാ, തീർച്ചയായും വരും. കുഞ്ഞിനെ വിളിച്ചോടും. വിളിക്കാൻ പോയിട്ടുണ്ട്, ഇപ്പൊ വരും. ഇടത് കാലിൽ പിന്നോട്ട് വെച്ച് മുട്ടുകുത്തിയിരിക്കുക.
എഴുന്നേറ്റോളൂ. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ സ്വന്തം അമ്മയ്ക്ക് ബലിയിടാന്ന് പറഞ്ഞ അമ്മേ, അതെ, വാ ഈശ്വരാ. വാ മീര. ഇഹലോക ബന്ധനത്തിൽ നിന്നും മുക്തി നേടിയവരാ മരിച്ചവര്. അവർക്കിനി സന്തോഷങ്ങളും സന്താപങ്ങളും ഒന്നുമില്ല. അവർക്ക് ലഭിക്കേണ്ടത് നിത്യശാന്തി മാത്രം. മോൾക്ക് ഇന്നത്തോടെ അത് കിട്ടിക്കാണുമെന്ന് സമാധാനിക്കുക. അതേ നമുക്ക് ചെയ്യാനുള്ളൂ. വാ അമ്മേ. അച്ഛാ വാ. മീരമാമി, എന്റെ അമ്മ വന്നല്ലോ ചോറുണ്ണ. മീരമാമി കണ്ടോ? ഒരു കാക്ക വന്നില്ലേ ചോറുരുള തിന്നാൻ? അതെന്റെ അമ്മയായിരുന്നു. എന്നോട് ആതിരയെ പറഞ്ഞത് ബലിയിടുമ്പോ മരിച്ചു പോയവര് കാക്കയിട്ട് വരുമെന്ന്. എന്താ മീരമാമി ഒന്നും പറയാത്തെ? അവള് പറഞ്ഞത് സത്യമല്ലേ? എന്റെ അമ്മയല്ലേ അത്? അത് മോനെ, അങ്ങനെ ആദ്യക്കൂട്ടാ വിശ്വാസങ്ങള്. നീയും വിശ്വസിച്ചോ, അതിലൊരു തെറ്റുമില്ല. വിശ്വാസങ്ങളും സങ്കല്പങ്ങളൊക്കെ മനസ്സിന് ആശ്വാസം പകരാൻ വേണ്ടിയിട്ടുള്ളതല്ലടോ. നമ്മൾ എന്തിനാ അതിനെ വിലക്കുന്നത്? ഇനി എന്നാ എന്റെ അമ്മ വരിക? ആദ്യക്കൂട്ടാ, അർജുന മാമ ഒരു കാര്യം പറയാം മോനോട്. മോനത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളെയൊക്കെ വിട്ടു പോകുമ്പോഴും ആദ്യക്കുട്ടൻ്റെ അമ്മ മോനോടുള്ള സ്നേഹവും കരുതലും ഒക്കെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിട്ടാ പോയത്. അമ്മ അടുത്തില്ലെങ്കിലും അമ്മയുടെ സ്നേഹവും വാത്സല്യവും എന്നും ആദ്യക്കുട്ടനെ കിട്ടാൻ വേണ്ടി, അമ്മ അടുത്തില്ല എന്ന് ആദ്യക്കുട്ടന് ഒരിക്കലും തോന്നാതിരിക്കാൻ വേണ്ടി, ആദ്യോടുള്ള സ്നേഹം നിറഞ്ഞ ആ മനസ്സ്
ഒരാളെ ഏൽപ്പിച്ചിട്ട് ആശ ചേച്ചി പോയത്. ആരാ അർജുന മാമ? വേറെ ആരുമല്ല, മോന്റെ മീരമാമിയെ. അതെങ്ങനെ പറ്റും? മീരമാമി എന്റെ അമ്മ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. അതൊന്നും പറഞ്ഞ ആദിക്കുട്ടനിപ്പോ മനസ്സിലാവില്ല. പക്ഷേ ആദിയുടെ അർജുന മാമ പറഞ്ഞത് ശരിയാ. ദേ നോക്ക്, എനിക്കിപ്പോ ആദിയുടെ അമ്മയുടെ മനസ്സ് തന്നെയാ. മീരമാമി ഉണ്ടാവും ഇനി എന്നും ആദിയുടെ കൂടെ, അമ്മയെ പോലെ. അങ്ങനെ കർമ്മങ്ങളും കഴിഞ്ഞു. സത്യം പറഞ്ഞ ആശമോളോട് ചെയ്യാനുള്ള യഥാർത്ഥ കടമകളും കർമ്മങ്ങളും നമ്മൾ തുടങ്ങുന്നതേ ഉള്ളൂ ഭാനു. ആദി, അവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആശമോൾക്ക് വേണ്ടി അവൾ ആഗ്രഹിച്ചതുപോലെ അവനെ നമുക്ക് നന്നായി വളർത്തണം. ഇത്രയും നാളും നമ്മൾ നന്നായിട്ട് തന്നെയല്ലേ അവനെ നോക്കിയത്? ഒരു കുറവും വരുത്തിയിട്ടില്ലല്ലോ. അതെ, ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ലല്ലോ നമ്മൾ അവനെ. ആദിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ വരുത്തിയതല്ലല്ലോ മോനെ, ഈശ്വരൻ വരുത്തിയതല്ലേ. അവന്റെ അച്ഛൻ്റെ അമ്മയുടെയും കുറവ് അതൊന്നും നമ്മൾ കൂട്ടിയെ കൂടുന്നതല്ലല്ലോ മോനെ. ശരി തന്നെയാണ് നീ പറഞ്ഞത്. പക്ഷേ അവനെ പ്രതിയുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വല്ലാതെ കൂടിയിരിക്കുന്നുവെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത്രയും നാൾ അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവന്റെ അമ്മയുണ്ടായിരുന്നു. നാട്ടിൽ വരാനും കൂടെ നിന്ന് നോക്കാനും കഴിഞ്ഞില്ലെങ്കിലും അവനുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ആശമോൾ ഇടപെട്ടിരുന്നു. അവൾക്ക് താല്പര്യങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. ഏതും തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മളത് പരിഗണിക്കുകയും ചെയ്തിരുന്നു. അത് നേരാ. സ്കൂളിൽ നിന്ന് അവൻ എക്സ്കർഷന് വിടുന്ന കാര്യത്തിൽ പോലും അന്ന് ചേച്ചിയുടെ അഭിപ്രായം അനുസരിച്ചാണ് നമ്മൾ തീരുമാനം എടുത്തത്. അതാ ഞാൻ പറഞ്ഞത്, ഇനി ആദിയുടെ കാര്യത്തിൽ നമ്മൾ ആ തീരുമാനം എടുക്കേണ്ടതെന്ന്. പൂർണ്ണമായും നമ്മുടെ ഉത്തരവാദിത്വത്തിലാണ് അവൻ വളരാൻ പോകുന്നത്. ആദ്യം ഇന്ന് വരെ നോക്കിയതിനെക്കാട്ടിലും നന്നായിട്ട് നമുക്ക് നോക്കണം വെച്ചാ. അമ്മയോ അച്ഛനും ഇല്ലാത്തൊരു കുഞ്ഞാണ് അവനെന്നൊരു തോന്നലില്ലാതെ നമുക്കവനെ വളർത്തണം. ഒത്തിരി വേദനിക്കുന്നുണ്ട് അവനിപ്പോ. അവനൊരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാൻ നമുക്കാവുന്നില്ലല്ലോ മോനെ. നമ്മളിനി എന്ത് ചെയ്യും? അവന്റെ മുഖത്ത് നോക്കുമ്പോ, ആ കണ്ണിലെ സങ്കടം കാണുമ്പോ എന്റെ നെഞ്ചു പൊടിയാ മോനെ. താങ്ങാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ ഇറങ്ങട്ടെ അമ്മ. ആദ്യം എന്ത് ചെയ്യാ മോളെ? മുറി തന്നെ ഉണ്ട്. അവന്റെ മനസ്സ് നിറയെ അമ്മയെക്കുറിച്ചുള്ള ചിന്തകള്. അമ്മയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ച് അവൻ എന്നോട് കഴിഞ്ഞ തവണ അമ്മ വന്നപ്പോഴത്തെ വിശേഷങ്ങളും ഇനി വരുമ്പോ ചെയ്യാൻ കരുതി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ എന്നോട് എണ്ണി പെറുക്കി പറഞ്ഞു. കുറെ കരഞ്ഞു. അതിന്റെ കൂടെ വേറെ കുറെ ചോദ്യങ്ങളും കേട്ടിട്ടും മനസ്സ് നുറുങ്ങി പോവാ എനിക്ക്. ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ചിട്ടാ ഞാൻ ഇറങ്ങി പോകുന്നത്. മോളെ, നീ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അവനൊരു രീതിയിലും ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ ഞങ്ങൾ പാടുപെട്ടു പോയെന്നെ മോളെ.
മോള് പൊയ്ക്കോളൂ, രാവിലെ വന്നതല്ലേ. ഞാൻ ഇറങ്ങട്ടെ. മോളെ, ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങണം. ഉപേക്ഷയൊന്നും വിചാരിക്കരുത്. ഒരിക്കലും ഇല്ല അമ്മേ, ഒരു ഉപേക്ഷയും വിചാരിക്കില്ല ഞാൻ വന്നോളാം. പോട്ടെ അച്ഛാ. ശരി മോളെ. മീര പറഞ്ഞത് കേട്ടില്ലേ, ആദിയുടെ മനസ്സിൽ നിന്ന് അവൻ്റെ അമ്മയുടെ ചിന്തകളൊന്നും ഒഴിയുന്നില്ലെന്ന്. അത് പിന്നെ ഇല്ലാതിരിക്കുവോ? പക്ഷെ അതങ്ങനെ തുടർന്നാൽ നല്ലതിനാവില്ല ഭാനു. ആദ്യ ആശയം മറക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവനിങ്ങനെ ഏത് നിമിഷവും സങ്കടമുള്ള ചിന്തകളിൽ മാത്രം മുഴുകിക്കഴിഞ്ഞാൽ അതവനെ മാനസികമായി വല്ലാതെ ബാധിക്കുമെന്ന എൻ്റെ പേടി. ആ പേടി എനിക്കും ഇല്ലാതില്ല. കുഞ്ഞു പ്രായമല്ലേ, അവൻ്റെ മനസ്സിന് താങ്ങാൻ പറ്റുന്ന വല്ലതുമാണ് ഈ നടന്നതൊക്കെ. അതും ശരിയാ. ഈ സംഭവിച്ചതിൻ്റെ ഒക്കെ ആഘാതം താങ്ങാൻ നമ്മൾ പോലും പെടാപ്പാടുപെടുക. അവൻ്റെ മനസ്സ് ഒന്ന് മാറണം. അവനിപ്പോ എന്താ ചെയ്യുക ഈശ്വര? വെക്കേഷൻ ഒന്ന് കഴിഞ്ഞ് സ്കൂളൊന്ന് തുറന്നിരുന്നെങ്കിൽ അതൊരാശ്വാസമായി എന്നെ. അത് നേരെ. മറ്റു പിള്ളേരുടെ കൂടെയൊക്കെ ഇടപഴകുമ്പോൾ അവൻ്റെ മനസ്സൊന്ന് ശരിയാകും. പഴയതുപോലെ ആദി അവൻ്റെ കൂട്ടുകാരുടെ കൂടെ കൂട്ടുകൂടാനും പുറത്തേക്ക് ഇറങ്ങിയാലും മതിയായിരുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഭേദപ്പെട്ടനെ. അതും നേരാ. ആ നന്ദും വിശാലും ഒക്കെ ഉണ്ടല്ലോ, ആ പിള്ളേര് വിചാരിച്ച ആദിയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും. അതെ, അത് തന്നെയാ വേണ്ടത്. നല്ല സ്നേഹമുള്ള പിള്ളേരവര്. ഞാൻ അവരൊന്ന് കണ്ട് കാര്യം പറയാം. വിശാൽ, ആരതി, അങ്കിളെ ഇങ്ങ് വാ. വാ അങ്കിളെ, ആദി എവിടെ? ആദി വീട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ അങ്കിളെ? എന്തുപറ്റി? ഇന്ന് കോറം തകഞ്ഞില്ലല്ലോ. നന്ദു ഇവിടെ പോയി? അവനും അമ്മയും അനിയത്തിയൊക്കെ നാട്ടിലേക്ക് പോയി, വെക്കേഷൻ ആയതുകൊണ്ട്. ഓ, അതുകൊണ്ട് ഞങ്ങളാകെ ഒറ്റപ്പെട്ടതുപോലെ ആയിപ്പോയി ഞങ്ങളെ. ആദ്യം പറഞ്ഞില്ലല്ലോ നമ്മളോട് കൂട്ടുകൂടാൻ. സത്യം പറഞ്ഞ അതിനെക്കുറിച്ച് പറയാൻ കൂടി വേണ്ടിയിട്ടാ ഞാൻ നിങ്ങളെ തേടി വന്നത്. നിങ്ങളെപ്പോലെ തന്നെ ആദ്യം വല്ലാതെ ഒറ്റപ്പെടുന്നുണ്ട്. പിന്നെന്താ അങ്കിളെ, അവൻ പഴയതുപോലെ കളിക്കാനൊന്നും വരാത്തത്? അത് നിങ്ങൾക്കറിയാലോ കാര്യങ്ങളൊക്കെ. ആദ്യയുടെ മനസ്സിൽ നല്ല സങ്കടമുണ്ട്. ഏതു നേരം അവൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവൻ്റെ മനസ്സിൽ. അതിൽ നിന്നൊക്കെ മാറി പഴയതുപോലെ കളിക്കാനും ചിരിക്കാനും ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ വരണമെങ്കിൽ അതിന് അവനെ ഞങ്ങളെക്കാൾ കൂടുതൽ സഹായിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. നിങ്ങൾ മനസ്സ് വെച്ചാലേ മെല്ലെങ്കിലും ആദിയെ പഴയ ആദിയാക്കി മാറ്റിയെടുക്കാൻ പറ്റൂ. ഞങ്ങൾ എന്താ അങ്കിളെ ചെയ്യുന്നത്? ആദി പഴയതുപോലെ സന്തോഷിക്കണമെന്നും കളിക്കാൻ കൂടണമെന്നൊക്കെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. അതെ, എന്ത് വേണമെന്ന് അങ്കിൾ പറഞ്ഞാ മതി. വേറൊന്നും വേണ്ട, നിങ്ങൾ വീട്ടിലേക്ക് വരണം. അവനോടൊപ്പം ഒന്ന് സമയം ചെലവഴിക്കണം. പറ്റുമെങ്കിൽ നിർബന്ധിച്ചിട്ടായാലും അവനെ നിങ്ങളുടെ കൂടെ കൂട്ടി പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഞങ്ങൾ വിളിച്ച അവൻ വരുമോ അങ്കിളെ? വന്നില്ലെങ്കിൽ വരുത്തണം. അത് നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും. നിങ്ങളല്ലേ ഉള്ളൂ അവൻ ആകെയുള്ള കൂട്ടുകാര്. ഞങ്ങൾ വരാം അങ്കിളെ. പഴയതുപോലെ വീടിൻ്റെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാനും ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ കളിക്കാനും ഒക്കെ തുടങ്ങിയാൽ അതവന് ഒരുപാട് ആശ്വാസമായിരിക്കും. പതിയെ അവൻ സങ്കടങ്ങളൊക്കെ ഒന്ന് മറക്കും. അങ്കിൾ വിഷമിക്കണ്ട, ആദിയുടെ കൂടെ ഞങ്ങളുണ്ട്.